നമസ്കാരം. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട്. വ്ളോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ്. കുടുംബസമേതമായും അല്ലാതെയും ഒക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്തുന്നുണ്ട്. കരിയറിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടനല്ല കൃഷ്ണകുമാർ. അഹാനയ്ക്കും സിനിമാ രംഗത്ത് ശോഭിക്കാനായില്ല. എന്നാൽ സോഷ്യൽ മീഡിയ ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു. അഹാനയാണ് യൂട്യൂബ് ചാനൽ താരകുടുംബത്തിൽ ആദ്യം തുടങ്ങുന്നത്. പിന്നാലെ സഹോദരിമാരും മാതാപിതാക്കളും എത്തി. ഇന്ന് ഇവരെല്ലാം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സാണ്. അഹാനയുടെ സഹോദരി ഇഷാനി കൃഷ്ണ നായികയായി തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആശുകളായിരമാണ് ഇഷാനി നായികയായി എത്തുന്ന ആദ്യ സിനിമ. അഹാനയ്ക്ക് പിന്നാലെ ഇഷാനിയും മമ്മൂട്ടി ചിത്രത്തിലൂടെ തുടക്കം കുറിച്ചു. നല്ല റോളുകൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കാൻ തന്നെയാണ് ഇഷാനിക്കും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഇഷാനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വർക്കൗട്ടിലും മോഡലിംഗിലുമെല്ലാമാണ്. കൃഷ്ണകുമാറിന്റെ മകളും അഭിനേത്രിയുമായ ഇഷാനി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. 1 എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇഷാനി ബിഗ് സ്ക്രീനിൽ അരങ്ങേറിയത്. ഇപ്പോഴത്തെ കാളിദാസ് ജയറാമിനൊപ്പം ആശുകളായിരവുമായി എത്തിയിരിക്കുകയാണ് ഇഷാനി. മികച്ച പിന്തുണയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ അങ്ങനെ സെലക്റ്റീവ് ഒന്നുമല്ല. നല്ല വേഷമാണെങ്കിൽ ചെയ്യാമെന്നാണ് എൻ്റെ നിലപാട്. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതും അത്ര വലിയ വേഷങ്ങളൊന്നുമല്ലെന്ന് ഇഷാനി പറയുന്നു. വീണ മുകുന്ദന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇഷാനി വിശേഷങ്ങൾ പങ്കുവച്ചത്. കുഞ്ഞമ്മ എന്ന സ്ഥാനത്തോടല്ല എനിക്ക് പ്രശ്നം, അതെനിക്ക് ഇഷ്ടമാണ്. കുഞ്ഞമ്മയാകുന്നത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ വാക്ക് എനിക്കിഷ്ടമല്ല. നമ്മുടെ ഫാമിലിയിൽ അമ്മയുടെ അനിയത്തിയെ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ആരെയും കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നില്ല. എൻ്റെ ബേബി അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല. ബിത്തുമ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ബിത്തു എന്നാണ് എന്നെ വീട്ടിൽ കോമഡിയായി വിളിക്കുന്നത്. പൊതുവെ ഇഷാനി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. ഇഷാനി എന്ന പേര് അമ്മയ്ക്ക് അത്രയും ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് വേറെ പേര് എന്ന് കരുതി എനിക്ക് ചെല്ലപ്പേരിട്ടില്ല. ഓസിക്ക് ഇഷാനി എന്ന് വിളിക്കാൻ പറ്റില്ലായിരുന്നു. ചെറുപ്പത്തിൽ അവൾ ബിത്താനി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതാണ് ബിത്തു ആയത്. അത് ഇട്ടതല്ല, വന്നതാണ്. സംസാരത്തിൽ അഹാനയുമായി സാമ്യമുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അഹാന ഫോൺ എടുത്ത് ഹലോ പറഞ്ഞാൽ അവരങ്ങ് സംസാരിച്ചു തുടങ്ങും. അമ്മയായ ശേഷം ദിയുടെ അപ്രോച്ചിൽ അങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. വ്യക്തി എന്ന നിലയിൽ അവൾ കുറേ മാറി. നേരത്തെ അവളങ്ങനെ റെസ്പോൺസിബിൾ ഒന്നുമല്ലായിരുന്നു. ഇപ്പോൾ അതിൽ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ബേബി വന്നതുകൊണ്ട് പോസിറ്റീവായി കുറേ മാറ്റങ്ങളുണ്ടായി. ഓമിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കും. ഭയങ്കരമായൊരു മാറ്റമാണ്. ബേബി വരുമ്പോൾ ലൈഫ് എങ്ങനെ മാറുമെന്നത് അറിയില്ലായിരുന്നു. ഓമിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാത്ത സമയമില്ല. മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കിയ ഓമിയുടെ AI വീഡിയോ കാണാറുണ്ട്. ബേബിയെയും കൂട്ടി ഓസി ഫ്ലാറ്റിലേക്ക് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാലിന് വയ്യാതെ ഇരുന്നപ്പോൾ ഓമിയെ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് ഞാൻ പറയും. കുഞ്ഞായിരുന്നപ്പോൾ ഭയങ്കര പാവമായിരുന്നു. ടീനേജൊക്കെ ആയപ്പോഴാണ് നോട്ടിയായി മാറിയത്. കുഞ്ഞിലെ അമ്മ ഭയങ്കര നോട്ടിയായിരുന്നു. കുടയൊക്കെ എടുത്ത് ഓസി അടിച്ചിട്ടുണ്ട്. കയ്യിലിരിപ്പ് അത്ര ശരിയല്ലെന്ന് ഫോട്ടോ നോക്കിയാൽ തന്നെ മനസ്സിലാവും. വീട്ടിൽ ഏറ്റവും ക്ഷമയുള്ള ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് ഇഷാനിയാണെന്നായിരുന്നു. അങ്ങനെ ദേഷ്യമൊന്നും വരാത്ത ആളൊന്നുമല്ല. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്. വർക്കൊക്കെ വീട്ടിലിരുന്നാണ് ചെയ്യാറുള്ളത്. സ്വന്തം വീട്ടിൽ പോലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ട്. അമ്മയെ കൂട്ടിയാണ് ഞാൻ എല്ലായിടത്തും പോവാറുള്ളത്. ഇത്രയും വലുതായില്ലേ, നിനക്ക് തനിയെ പൊയ്ക്കൂടെ എന്ന് അമ്മ ചോദിക്കാറുണ്ട്. അമ്മയ്ക്ക് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമാണ്. ഞങ്ങളുടെ തോട്ട് പ്രോസസ്സൊക്കെ സമാനമാണെന്നായിരുന്നു ഇഷാനി പറഞ്ഞത്. അതേസമയം തന്നെ ഇഷാനി അടക്കം കുടുംബത്തിൽ എല്ലാവർക്കും ഓമിയെ വളരെ ഇഷ്ടമാണ്. ഓമിയെ കൊഞ്ചിക്കാനും വളർത്താനും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ദിയയുടെ സ്വഭാവത്തിലും നിരവധി മാറ്റങ്ങൾ സംഭവിച്ചെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഓസി കുട്ടിയുടെ കാര്യത്തിൽ, ഓമിയുടെ കാര്യത്തിൽ വളരെ പൊസസീവാണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച. വിവാഹശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ലാറ്റിലാണ് ദിയയുടെ താമസം. യൂട്യൂബ് ബ്ലോഗുമായും സജീവമായ ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അമ്മയായ ശേഷം മകൻ ഓമിയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ ലോകം. കുഞ്ഞിനൊപ്പമുള്ള സമയത്തിനാണ് ദിയ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും. പഴയതുപോലെ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങാനോ വ്ളോഗുകൾ എടുക്കാനോ ദിയ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അമ്മയാകണമെന്നും കുടുംബജീവിതം നയിക്കണമെന്നും ദിയയുടെ വലിയ ആഗ്രഹമായിരുന്നു. ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുമ്പ് ദിയ വിവാഹിതയായതും ഇക്കാരണം കൊണ്ട് തന്നെയാണ്. ഓമി പിറന്നതിൽ ദിയയ്ക്കൊപ്പം സന്തോഷിക്കുന്നവരാണ് ദിയയുടെ കുടുംബവും. അഹാന, ഇഷാനി, ഹൻസിക എന്നീ 3 സഹോദരിമാരും ദിയയുടെ മകനെ സ്നേഹലാളനകൾ കൊണ്ട് മൂടുകയാണ്. എന്നാൽ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ദിയ പൊസസീവാണ്. 10 മിനിറ്റിൽ കൂടുതൽ കുഞ്ഞിനെ മറ്റാരും എടുക്കുന്നത് ദിയയ്ക്ക് ഇഷ്ടമല്ല. ഇക്കാര്യം ദിയ തന്നെയാണ് തുറന്നു പറഞ്ഞത്. ഇപ്പോൾ കുഞ്ഞിനെ മറ്റാരും ഉമ്മ വയ്ക്കുന്നതിനെതിരെയാണ് ദിയ നിരന്തരം ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ പങ്കുവയ്ക്കുന്നത്. കുഞ്ഞിൻ്റെ മുഖത്ത് ഉമ്മ വയ്ക്കുന്നത് അണുബാധ വരാൻ കാരണമാകുന്നുവെന്നാണ് ദിയ പറയുന്നത്. ഇത് ഡോക്ടർമാർ ശരിവയ്ക്കുന്ന കാര്യമാണ്. എന്നാൽ ദിയ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് ഈ നിബന്ധന സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കുന്നതെന്നാണ് വിമർശനങ്ങൾ. ഇപ്പോഴത്തെ സ്വന്തം കുടുംബാംഗങ്ങളെ ഉദ്ദേശിച്ചും ദിയ ഒരു റീൽ പങ്കുവച്ചിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ചുംബിക്കരുതെന്ന് ഒരു സ്ത്രീ പറയുമ്പോൾ പക്ഷേ ഞാൻ കുടുംബാംഗമാണല്ലോ എന്ന് മറ്റൊരു കഥാപാത്രം പറയുന്നു. വിച്ച് ഐ സെഡ് വാട്ട് ഐ സെഡ് എന്ന ഗാനം പാടുകയാണപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ. വീട്ടുകാരിൽ നിന്ന് പോലും കുഞ്ഞിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ ഉണ്ടാകരുതെന്ന് നിർബന്ധമുള്ള ആളാണ് ദിയ. ഇപ്പോൾ ഭർത്താവ് അശ്വിനും കുഞ്ഞിനുമൊപ്പം സ്വന്തം ഫ്ലാറ്റിലേക്ക് മാറുകയും ചെയ്തു. ഇത്രയും നാൾ തന്റെ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും ഒപ്പമാണ് ദിയ കഴിഞ്ഞിരുന്നത്. കുഞ്ഞിനെ കാണാൻ ഇടയ്ക്ക് ദിയയുടെ ഫ്ലാറ്റിൽ പോകാറുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇഷാനി കൃഷ്ണ പറഞ്ഞിരുന്നു.
ഓമി വന്ന ശേഷം തനിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടെന്നാണ് ഇഷാനി പറഞ്ഞത്. കുഞ്ഞുങ്ങളോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വൈകി എണീക്കുന്ന ആളാണ്. ഓസി അവനെയും കൊണ്ടുവരും, എന്നിട്ട് അവൻ എൻ്റെ നെഞ്ചത്ത് നിർത്തും. അവനെ എന്നും കൊണ്ടുവരണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഓമി എൻ്റെ നെഞ്ചത്ത് നിൽക്കുകയായിരിക്കും. ഏറ്റവും നല്ല കാഴ്ചയാണത്. പക്ഷേ ഇപ്പോൾ ഓസി ഫ്ലാറ്റിലേക്ക് മാറി. ദിവസവും കാണാറില്ല. അവനെ കാണാൻ വേണ്ടി മാത്രം അവിടെ പോയി ബെല്ലടിക്കും. നമ്മളെ കാണണ്ടല്ലേ എന്ന് അവർ ചോദിക്കും. അവരെ കാണണ്ട, ബേബിയെ കണ്ടാൽ മതിയെന്നും ഇഷാനി പറഞ്ഞു. അതേസമയം തന്നെ മകൻ ഓമിയുടെ ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ വ്ളോഗിൽ ഉൾപ്പെടുത്തി തുടങ്ങിയ ശേഷം കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദിയ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റും കണ്ടുപിടിച്ച് വിമർശിക്കുന്ന രീതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ എടുക്കുന്ന രീതി മുതൽ ഭക്ഷണം നൽകുന്ന രീതിയുമായി ബന്ധപ്പെട്ട് വരെ ദിയ വിമർശനം ഏറ്റുവാങ്ങി. അതിനാൽ താരം പുതിയൊരു തീരുമാനത്തിലേക്കും എത്തി. ആ തീരുമാനം എന്താണെന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം പങ്കിട്ട വ്ളോഗിൽ ദിയ പറഞ്ഞത്. ദുബായ് ട്രിപ്പ് കഴിഞ്ഞെത്തിയ ശേഷം ദിയ പങ്കുവച്ച വ്ളോഗുകളിൽ കുഞ്ഞിന് സോളിംഗ് ഫുഡ്സ് കൊടുത്തു തുടങ്ങിയത് ഉൾപ്പെടുത്തിയിരുന്നു. ആ വീഡിയോ പുറത്തു വന്ന ശേഷം കൃത്യമായ അറിവില്ലാതെ ദിയ മകന് ഭക്ഷണം നൽകുന്നുവെന്നും കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ലെന്നും വിമർശനം ഉയർന്നിരുന്നു. അത്തരത്തിൽ കമന്റ് ബോക്സിൽ വന്ന് പീഡിയാട്രീഷ്യൻ ചമഞ്ഞ് ഉപദേശിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ദിയയുടെ പുതിയ വീഡിയോ. ഓപ്പൺ ബുക്കായി പെരുമാറേണ്ടതില്ലെന്ന് താൻ മനസ്സിലാക്കിയെന്ന് ദിയ പറയുന്നു. വ്ളോഗ് ചെയ്തിട്ട് ഒരുപാട് നാളായി. സത്യം പറഞ്ഞാൽ സമയമില്ല. എൻ്റെ മൈ ഡിയർ കുട്ടിച്ചാത്തയുടെ പിന്നാലെയാണ് ഞാൻ നടക്കുന്നത്. മാത്രമല്ല കൂടുതലായി ബേബിയുടെയും ഞങ്ങളുടെയും ലൈഫിലെ കാര്യങ്ങൾ തുറന്നു കാണിക്കേണ്ടതില്ലെന്ന ചിന്ത എനിക്ക് വന്നു. കാരണം ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ കുഞ്ഞിനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് കൊടുക്കണം, കുഞ്ഞിന് ഇത് കൊടുക്കണം, കുഞ്ഞിനെ തലകുത്തി നിർത്തണം, തറയിൽ നിർത്തണം എന്നിങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വരും വീഡിയോ ഇടുമ്പോൾ. എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ടാകും. എല്ലാ വീടുകളിലും പല രീതിയിലാകും കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. മറ്റുള്ളവർ വളർത്തുന്നത് പോലെയാവില്ല ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഞാൻ വളർത്തുന്നത് പോലെയാവില്ല മറ്റുള്ളവർ വളർത്തുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യത്തിനും രീതികൾക്കും അനുസരിച്ചാണ് കുഞ്ഞിനെ വളർത്തുന്നത്. എല്ലാറ്റിനും ഉപരിയായി ഇതെൻ്റെ കുഞ്ഞാണ്. എൻ്റെ വയറ്റിൽ നിന്നാണ് അവൻ പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളടക്കം എല്ലാം എനിക്കറിയാം. ലോകത്തുള്ള മറ്റാരേക്കാളും നന്നായി അറിയാം. ഒരു പരിധി വിട്ട് എനിക്ക് കുഞ്ഞിനെ നോക്കാൻ ഉപദേശങ്ങൾ തരുന്നത് ഇഷ്ടമല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ചില സബ്സ്ക്രൈബേഴ്സിനെ വേദനിപ്പിച്ചുവെന്നറിഞ്ഞു. ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ദിയ എന്ന എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ എൻ്റെ വ്ളോഗിൽ പറയുന്നത്. വ്ളോഗ് എടുക്കാതിരുന്നതിന് ഒരു കാരണം ഇതാണ്. ഒരുപാട് ഓപ്പൺ ബുക്കായി ജീവിച്ചാലും ശരിയാവില്ല. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ എൻ്റെ വീട്ടിലെ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ബേബി ഹാപ്പിയാണ്, ഹെൽത്തിയാണ്. ഞാനും അശ്വിനും കുഞ്ഞിനെ നോക്കുന്നതിൽ ഏറെക്കുറെ ട്രെൻഡായി കഴിഞ്ഞു എന്നും ദിയ പറയുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ദിയയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേഷിനും ആദ്യത്തെ കുഞ്ഞ് പിറന്നത്. ദിയയ്ക്ക് ബിസിനസ് തിരക്കുകൾ ഉണ്ടെങ്കിലും അശ്വിന് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കുഞ്ഞിനൊപ്പം സമയം ചിലവഴിക്കാൻ ഇരുവരും ശ്രമിക്കാറുണ്ട്. മാതാപിതാക്കളെ ആശ്രയിക്കാതെ ഒരു ഫ്ലാറ്റ് എടുത്താണ് ഇരുവരുടെയും താമസം. അതേസമയം തന്നെ കുടുംബത്തിൽ നിന്നും മാറിയാണ് ദിയ താമസിക്കുന്നത്. പലപ്പോഴും മകൻ ഓമിയുടെ കാര്യത്തിൽ ദിയ പൊസസീവ് ആണെന്ന് വീഡിയോകളിൽ നിന്നും വ്യക്തമാണ്. മാത്രമല്ല കുടുംബമായി ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ദിയ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകാറില്ല. ഇതേക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല സിന്ധുവിൻ്റെ പല വീഡിയോകളിലും ദിയയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആളുകൾ പല കാര്യങ്ങളും മനസ്സിലാക്കാറുമുണ്ട്.